ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ രണ്ട് ന്യൂസ് ഇന്ന് ആരൊക്കെ ശ്രദ്ധിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതുതായിട്ട് രണ്ട് ആരോപണം കൂടിയാണ് വന്നിട്ടുള്ളത്. ഒന്നൊരു ട്രാൻസ്ജെൻഡർ വ്യക്തി അവരെ റേപ്പ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിലോട്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആരോപണമായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത് വേറൊരു യുവതി എന്താ പറയാ വിവാഹാഭ്യർത്ഥന നടത്തി പിന്നീട് അതിൽ നിന്നും പിന്മാറി ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ തന്നെ ആരോപണം വന്നത് ഒരു 3-4 ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യുവ MLA ആണ്. പാലക്കാട് മണ്ഡലത്തിന്റെ MLA ആണ്. വളരെയധികം യുവാക്കളിൽ ജനസമ്മതിയുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇങ്ങനെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുകയും അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിക്കുകയും ചെയ്യണത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെല്ലാം പുറമെ ട്രാൻസ്ജെൻഡർ വ്യക്തിനോടൊക്കെ ഇങ്ങനെ റേപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറഞ്ഞാല് രാഹുലിന്റെ ഒക്കെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്ക് ലൈംഗികപരമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ആള് കല്യാണം കഴിച്ചിട്ടില്ല, 35 വയസ്സും ആയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പ്രശ്നമാവാം. ഇത്തരം എന്താ പറയാ ചിന്തകൾ ആൾക്ക് വരുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികള് ഒരു MLA കയ്യിൽ നിന്ന് വരുന്നത്. നാട്ടിൽ ഒരുപാട് യുവ MLA മറ്റ് പല പാർട്ടികളിലും ഉണ്ട്. അപ്പോ ഏത് പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊരു പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് ഏതാണ് പാർട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ. അപ്പൊ അത്തരം ഒരു നല്ല പ്രവർത്തികൾ ചെയ്യുന്ന യുവ MLA നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് യുവ MLA ഒരു നാട് കൂടിയാണ് കേരളം. അത്തരം സ്ഥാനത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു എന്താ പറയാ ഇത്തരം വളരെ നീചമായ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വന്ന് ചേരണം. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: താങ്കൾ ഒരു MLA ആയിട്ട് ഇരിക്കാനുള്ള ഒരു യോഗ്യതയും താങ്കൾക്കില്ല. MLA സ്ഥാനം കൂടി രാജിവെച്ചിട്ട് ഇപ്പൊ ആ ഒരു ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ താങ്കൾക്ക് എന്താണോ പറയാനുള്ളത്? വളരെ നിയമപരമായിട്ട് മുന്നോട്ട് പോവാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് താങ്കളുടെ നിരപരാധിത്വം എന്ത് ചെയ്യണം? താങ്കൾ തെളിയിക്കണം. അതല്ല, താങ്കൾ നിരപരാധി അല്ല എന്നുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏത് എന്താ പറയാ ശിക്ഷയാണോ അത് താങ്കൾ ഏറ്റുവാങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇതില് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.